മണ്ഡലപൂജ തുടങ്ങുന്ന ദിവസം അല്ലെങ്കിൽ ആരംഭിക്കുന്ന നട തുറന്ന് വൃശ്ചികം 1 മുതൽ, അതായത് ഈ ഞായറാഴ്ച മുതലാണ് അയ്യപ്പ ഭക്തര് എത്തിച്ചേരുന്നത്. ഇവ 2 ദിവസമായി, ഞായറും തിങ്കളും. അത് കഴിഞ്ഞ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നിയന്ത്രണം പാളി എന്നുള്ള നിലയിൽ തന്നെയാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ ഇതിനെ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. ഞാൻ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഈ ഞായറാഴ്ചയും അതുപോലെ തന്നെ ഈ തിങ്കളാഴ്ചയും ഞാൻ ആ റൂട്ടിൽ ഇവിടെ നിന്ന് കാഞ്ഞിരപ്പള്ളി, എരുമേലി, തൃശ്ശൂരിൽ നിന്ന് പോകേണ്ട സാഹചര്യം ഉണ്ടായി. പതിവിലും കവിഞ്ഞ്, അതായത് നട തുറക്കുന്ന ഘട്ടത്തില് ശരിക്കും മണ്ഡലപൂജ 41 അന്ന് നട തുറക്കുന്നതിന് ആ ഘട്ടത്തിൽ ഉണ്ടാകുന്നതിലൊക്കെ അപ്പുറമായിട്ടുള്ള വാഹന പെരുപ്പമുണ്ടായിരുന്നു അയ്യപ്പ ഭക്തരുടെ റോഡിൽ. കാരണം മിക്കതും വലിയ ബസ്സുകളാണ്. വലിയ ബസ്സുകൾ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോകാൻ പോലും പറ്റാത്ത നിലയിൽ ഒന്നിന് പിന്നിൽ ഒന്നായി പോകുന്നുണ്ട്. അത് തമിഴ്നാട്ടിൽ നിന്നും, ആന്ധ്രയിൽ നിന്നും, തെലങ്കാനയിൽ നിന്നും, കർണാടകത്തിൽ നിന്നുള്ള ബസ്സുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനു വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം പോലീസും അത് ബന്ധപ്പെട്ട അധികാരികളും അതിന് നടത്തേണ്ടതായിരുന്നു. പിന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് പറയുകയാണെങ്കിൽ ഈ സീസൺ ആരംഭിക്കുകയാണ്, അല്ലെ തീർത്ഥാടനത്തിന്റെ ദിവസങ്ങൾ ആരംഭിക്കുകയായതുകൊണ്ട് ഇത് പോലീസ് പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകളാണ്, പോലീസ് ഉദ്യോഗസ്ഥർ പരിചിതരായിട്ടുള്ളവരുണ്ടെങ്കിലും അതെല്ലാം കൂടെ ഒരു യോജിപ്പിലെത്തി നിന്നെങ്കിൽ മാത്രമേ നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ. അത് പക്ഷെ അത് ആയിട്ടില്ല എന്നാണ് കണക്കാക്കുന്നത്. 1-2 ദിവസം കൊണ്ട്. അത് പക്ഷേ പോലീസിന്റെ പ്രതീക്ഷയ്ക്കും അപ്പുറത്തേക്കുള്ള ആൾക്കൂട്ടമായിരുന്നു. ഇന്നിപ്പോ 1.25 ലക്ഷം പേരാണ് അവിടെ എത്തിയെന്ന് പറയുന്നുണ്ട്. നമുക്ക് വെർച്വൽ ക്യൂവില് ശരിക്കും 70,000-ഉം അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗിൽ 20,000-ഉമാണ്. ഇപ്പൊ ഈ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്പോട്ട് ബുക്കിംഗ് കാര്യമില്ലാതെ പ്രസക്തമായിട്ട് അല്ലെങ്കിൽ അതിന് മറ്റു പ്രശ്നങ്ങളില്ല എന്ന് കരുതി അയ്യപ്പ ഭക്തന്മാർ വെർച്വൽ ക്യൂവിലോ അല്ലെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് അങ്ങനെ വന്നവരുടെ എണ്ണം ഇവിടെ കൂടുതലാണ്. നിലയ്ക്കലിൽ 7 കൗണ്ടറുകൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ നടത്തിയിട്ടും അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള നീണ്ട ക്യൂ അവിടെ കാണപ്പെട്ടു എന്നാണ് പറയാൻ സാധിക്കുന്നത്. വളരെ ഭയാനകമായിട്ടുള്ളതും വളരെയധികം അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇന്നിപ്പം കടന്നുപോയത്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഒരു 1 മണി 1:30 അത് ഏകദേശം നിയന്ത്രണത്തിലായി എന്ന് പറഞ്ഞാല് അത് സാധാരണ അങ്ങനെയാണ്. പുലർച്ചെ വന്ന് ചേരുന്ന തിരക്ക് ഒരു ഉച്ചയോടുകൂടി തീരും. കാരണം നട അടയ്ക്കുന്ന സമയത്ത് തീർന്നിട്ട് വീണ്ടും 3 മണി കഴിഞ്ഞ് ഒരു 7 മണിയാകുമ്പോഴത്തേക്കാണ് വീണ്ടും അത് വർദ്ധിക്കുന്നത്. ഞാനൊരു 10-16 വർഷക്കാലം ഈ ശബരിമല ഡ്യൂട്ടി ചെയ്തിട്ടുള്ളതാണ് എന്റെ സർവീസിലുള്ള കാലത്ത്. അപ്പൊ ആ രീതിയിൽ അവിടുത്തെ പ്രത്യേക സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നിപ്പം നമ്മുടെ ദേവസ്വം പ്രസിഡന്റ്, പുതിയതായിട്ട് നിയമിതനായിട്ടുള്ള ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞു കേന്ദ്രസേന വരാത്തതും ഒരു കാരണമാണ് എന്നുള്ളത്. പക്ഷെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കേന്ദ്രസേന ഇല്ലെങ്കിൽ പോലും കേരള പോലീസിന്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ് ഇതിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുക എന്നുള്ളത്. കാരണം ഇപ്പൊ കേന്ദ്രസേനയൊക്കെ വരുന്നതും നാമമാത്രമായിട്ടുള്ള അംഗസംഖ്യയാണ് അവരെത്തുന്നത്. വന്നാൽ തന്നെ അവർ പ്രത്യേക സാഹചര്യങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കാനാണ് അവർ സാധിക്കുന്നത്. പലപ്പോഴും ഈ അങ്ങനെയുള്ളതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കിതിനെ മുൻകൂട്ടി കാണാൻ പറ്റില്ല. അതാണ് അതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഉള്ളത്. ഈ സ്പോട്ട് ബുക്കിംഗ് അല്ലെങ്കിൽ വെർച്വൽ ക്യൂ അല്ലെങ്കിൽ ഈ ബുക്കിംഗ് തുടങ്ങിയിട്ട് 5 വർഷക്കാലമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ഇതൊന്നുമില്ലാത്ത കാലത്ത് ഒരു നിയന്ത്രണവുമില്ലാതെ വന്നിരുന്ന അയ്യപ്പ ഭക്തരെ നിയന്ത്രിക്കാൻ ഞങ്ങളെ കൊണ്ട് അക്കാലത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് പൂർണ്ണമായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ പോലീസ് ഈ അയ്യപ്പ ഭക്തരെ എത്തിച്ചേരുന്നതെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകാം. ഒന്ന് വാളയാർ ചെക്ക് പോസ്റ്റ് വഴിയാണ്. ആന്ധ്രയും അതുപോലെ തന്നെ തെലങ്കാനയും അതുപോലെ തന്നെ കർണാടകവും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ആളുകൾ കൂടുതലും വാളയാർ വഴിയും, കുറെ ആൾക്കാര് മറ്റേ നമ്മുടെ എന്താണ് പറയുന്നത് മംഗലാപുരം വഴിയും, കുറച്ചാളുകൾ ആര്യങ്കാവും പിന്നെ കളിയക്കവിളയും ഇങ്ങനെയുള്ള സെന്ററുകളിൽ നിന്നാണ് വരുന്നത്. അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന അയ്യപ്പ ഭക്തർ വരുന്നത് ആ വഴിയാണ്. പിന്നെ ട്രെയിനിലും വരുന്ന ആൾക്കാരാണ്. ഇതിന്റെ വരവ് ഇപ്പൊ ഉദാഹരണത്തിൽ പാലിക്കര ടോൾ പ്ലാസയില് ഇപ്പോൾ ഈ അയ്യപ്പ ഭക്തരുടെ വരവ് അല്ലെ വാഹനങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. തൃശ്ശൂരിൽ നിന്ന് അവിടെ എത്താനായിട്ട് ശബരിമല പേട്ടതുള്ളി അവിടെ എത്താനായിട്ട് 6 മണിക്കൂർ എടുക്കും. ഇവിടുന്ന് വരുന്ന സമയം കണക്കുകൂട്ടി അവിടുത്തെ തിരക്ക് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അതൊക്കെ മുൻകൂട്ടി മുന്നൊരുക്കം നടത്തിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്താണെങ്കിലും വളരെയധികം ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു കാരണവശാലും അയ്യപ്പ ഭക്തർക്കോ ഇന്നിപ്പോ ചെറിയ കുട്ടികളൊക്കെ പരിക്കേറ്റ് പുറത്തു വന്ന് നിൽക്കുന്നതായിട്ട് കണ്ടു. അതുപോലെ പ്രായമുള്ള ആളുകൾ, പ്രത്യേകിച്ചും സ്ത്രീകളും മറ്റുമൊക്കെ പ്രായമുള്ള ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിക്കും പോലെയല്ല. ഒരു ക്യൂ, അതായത് ബാരിക്കേഡ് കെട്ടി തിരിച്ചിട്ടുള്ള സെഗ്മെന്റിനകത്ത് ആൾക്കൂട്ടം പോലെ തിരികെ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ മണിക്കൂറുകളോളം ഒന്നും ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ മൂത്രമൊഴിക്കാൻ പോലും സാഹചര്യമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ.
അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അധികാരികൾ ഇത് ആ രീതിയിൽ തന്നെ കണ്ടേ വെക്കൂ. കാരണം അതിന് മറ്റൊരു സമാധാനമോ മറുപടിയോ പറയാനില്ല. അത് പ്ലാനിങ്ങിന്റെ അല്ലെങ്കിൽ അതിന്റെ മുന്നൊരുക്കം അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള കരുതലിന്റെ കുറവെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റൂ. കാരണം അതില് മറ്റൊരു സംസ്ഥാനത്തുനിന്നും വന്നൊരു അയ്യപ്പ ഭക്തൻ പറയുന്നത് കേട്ടു, തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ രീതിയിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തുകൂടാ എന്നൊക്കെ അവര് പരാതി പറയുന്നു, പലരും പുറത്തുനിന്ന് വന്നവര്. എന്താണെങ്കിലും ഇത് കുറ്റമറ്റ രീതിയിൽ ഈ പ്രാവശ്യത്തെ തീർത്ഥാടന കാലം പൂർത്തിയാക്കണം എന്നുള്ളതാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതിന് എല്ലാവരും പരസ്പരം ഒന്നും പറയുകയല്ല, ഉണർന്ന് പ്രവർത്തിച്ച് ഭംഗിയായിട്ട് വരുന്ന അയ്യപ്പ ഭക്തർക്ക് വേണ്ട സുരക്ഷയും അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് പൂർണ്ണമായി വിജയിപ്പിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്. ഇതിപ്പോൾ സന്നിധാനത്ത് മാത്രമല്ല, നിലയ്ക്കലൊക്കെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അല്ലെങ്കിൽ ഒരു ജനപ്രവാഹം തന്നെയാണ് കാണാനാവുന്നത്. അത് അവിടുത്തെ പ്രദേശവാസികളെയൊക്കെ അത് ബ്ലോക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശവാസികളെയൊക്കെ വളരെയധികം മോശമായി തന്നെയാണ് ബാധിക്കുന്നത്. അവർക്ക് പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ പുറത്ത് പോയവർക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്താനോ ഉള്ള ഒരു സാഹചര്യം ഒന്നും അവിടെ ഇതുവരെ ഒരുക്കിയിട്ടില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു വീഴ്ച തന്നെയാണ്. ശരിയാണ്, തീർച്ചയായിട്ടും. ഇപ്പൊ അത് ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ വടക്കു നിന്ന് വരുന്ന അയ്യപ്പന്മാരെ പൊൻകുന്നം മുതൽ എരുമേലി ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് കണമല, അതുപോലെ തന്നെ ചാലക്കയം, പിന്നെ അത് കഴിഞ്ഞ് നിലയ്ക്കല്, പമ്പ, ഇതിൽ അയ്യപ്പ ഭക്തരെ തടഞ്ഞു നിർത്തി ക്യൂ അല്ലെങ്കിൽ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നിലയ്ക്കലാണ് ആദ്യമുള്ളത്. പിന്നെ പമ്പയാണുള്ളത്. പിന്നെ ആകെ മരക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു 5000 ആൾക്കാർ നിർത്താനുള്ള പറ്റുള്ളൂ. അത് സന്നിധാനത്തിന് തൊട്ട് താഴെയാണ്. ഏകദേശം ഒരു 2 ഫർലോങ് താഴെയായിട്ടുള്ള സ്ഥലമാണ്. നിരപ്പുള്ള സ്ഥലത്ത് മാത്രമേ ഇവർ തടഞ്ഞു നിർത്താൻ പറ്റൂ. ബാക്കിയുള്ള ചെങ്കുത്തായിട്ടുള്ള കയറ്റങ്ങളാണ് ശരിക്കും. അപ്പൊ അവിടെ ആളിനെ തടഞ്ഞു നിർത്താൻ പറ്റില്ല, അവർക്ക് നിൽക്കാനും പറ്റില്ല. അപ്പൊ ഇതെല്ലാം നമ്മൾ മുന്നിൽ കാണണം. അതുപോലെ തന്നെ മറ്റ് എരുമേലി പോലുള്ള സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് അവിടെ താമസിക്കുന്ന ആളുകൾക്കും ഇത് ബുദ്ധിമുട്ടാണ്. 1000-10,000 അല്ലെ ആൾക്കാർ വന്ന് റോഡിലും അവിടെ അല്ലെങ്കിൽ വിരിവെച്ചോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അതെല്ലാം മൊത്തത്തിൽ അയ്യപ്പ ഭക്തരെ മാത്രമല്ല പരിസരവാസികളായിട്ടുള്ള ആൾക്കാരെ ബാധിക്കുന്ന വിഷയം തന്നെയാണ്. അപ്പൊ അത് ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാകുകയുള്ളൂ. അതാണുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.